സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മാനഭംഗവുമൊക്കെ നിരവധി തവണ എഫ്ഐആറിൽ വാർത്തയായിട്ടുണ്ട്. എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വേയിൽ പുരുഷന്മാർ ഭീതിയിലാണ്. പുരുഷന്മാരെ മാനഭംഗപ്പെടുത്തുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയതോടെയാണ് ഇത്. ഇത്തരത്തിൽ പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച 3 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിംബാബ്വേയിൽ പുരുഷന്മാർ ഭീതിയിലാണ്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനാവില്ല, പൊതുസ്ഥലങ്ങളിൽ പോകാനാവില്ല. പ്രശ്നക്കാർ സ്ത്രീകളാണ്, ക്രിമിനൽ സ്വഭാവമുള്ള വനിതകൾ. ഇവർ ചില്ലറക്കാരൊന്നുമല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കളയും. ഇത്തരത്തിൽ 38 കേസുകൾ അടുത്ത കാലത്തായി സിംബാബ്വേയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കാറിലോ ബൈക്കിലോ എത്തിയാകും പീഡനം. മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് ബോധം കെടുത്തും. തുടർന്ന് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. പുരുഷന്മാരെ തോക്കിൻ മുനയിൽ നിർത്തി ബലാത്സംഗം ചെയ്തവരുമുണ്ട് കൂട്ടത്തിൽ. 2 മാസം മുമ്പ് മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് 19-കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സമാനമായ നിരവധി പീഡനക്കഥകൾ ഉണ്ടായിട്ടും നാണക്കേട് കാരണം പലരും പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് വഴി ചോദിക്കാനെന്ന വ്യാജേന ഒരു പോലീസുകാരന്റെ സമീപത്ത് വാഹനം നിർത്തി മയക്കുമരുന്ന് കുടഞ്ഞ ശേഷം തട്ടിക്കൊണ്ടുപോയി അയാളെ വാഹനത്തിനുള്ളിട്ട് പീഡിപ്പിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഒരു പട്ടാളക്കാരനും സമാനമായ ദുരനുഭവമുണ്ടായി. ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറിയ ഒരു സ്ത്രീയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തോക്കിൻ മുനയിൽ നിർത്തിയായിരുന്നു പീഡനം. ഇത്തരത്തിൽ 13-കാരൻ മുതൽ 68-കാരൻ വരെ പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് പോലീസ് ശക്തമായ നടപടികൾ ആരംഭിച്ചത്. അറസ്റ്റിലായത് സഹോദരിമാർ ബോഷ, നെസ്ത, ഒപ്പം സുഹൃത്ത് റോസ്മേരിയും. മൂവരും 23 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളവർ. പരാതി നൽകിയ പുരുഷന്മാർ ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കൂടുതൽ അന്വേഷണവുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിലായ പ്രതികളുടെ വിചാരണ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.